നമ്മുടെ നാട്ടിലെ മദ്രസാധ്യാപകർ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അവർക്കൊരു വീട് നിർമ്മിക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും അവർക്ക് ആ സ്വപ്നങ്ങൾ പൂവണിയണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണ്ടി വരും. ഞാനൊരു ഉസ്താദിനെ കണ്ടു. ആ ഉസ്താദ് പള്ളിയിൽ പിരിവിന് വന്നത് അവർ നല്ലൊരു കാലം മദ്രസാധ്യാപകനായിരുന്നു. പക്ഷെ ഒരു വീട് നിർമ്മിക്കാനുള്ള കഴിയുന്നൊരു സാഹചര്യമല്ല. ഒരു കുറഞ്ഞൊരു തുകയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയും ഒരു വീട് നിർമ്മിക്കാമായിരുന്നു എന്നാണ് അവരപ്പോൾ അങ്ങനെ പള്ളിക്കൊന്നൊരു എഴുത്തൊക്കെ വാങ്ങിയിട്ട് എല്ലാ പള്ളികളിലും അവർ പിരിവിന് നടക്കുകയാണ്. സത്യത്തിൽ മദ്രസ അധ്യാപകർക്ക് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമനിധിയിൽ നിന്ന് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ പലിശയില്ലാതെ വായ്പ കൊടുക്കുന്നുണ്ടെന്നുള്ളത് പല ഉസ്താദുമാർക്കും അറിയില്ല. നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വളരെ മികച്ച പദ്ധതികളിലൊന്നാണ് ഈ മദ്രസ അധ്യാപകർക്കുള്ള ഈ ക്ഷേമനിധി. ആ ക്ഷേമനിധിയിൽ നിന്നാണ് ഒരു ഉസ്താദിന് ഒരു 55 വയസ്സ് വരെ പ്രായമുള്ള ഉസ്താദുമാരാണെങ്കിൽ ഒരു 3 സെൻറ്റ് സ്ഥലം അവരുടെ പേരിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവർ അംശാദായമൊക്കെ കൃത്യമായിട്ട് അടക്കുന്നുണ്ടെങ്കിൽ 1 രൂപ പോലും പലിശയില്ലാതെ 5 ലക്ഷം രൂപ അവർക്ക് വായ്പ കൊടുക്കും. ഇതൊരു 10 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അവർക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു മദ്രസാധ്യാപകർക്ക് ശരാശരി ഏറ്റവും ലോക്കൽ മദ്രസയിലാണെങ്കിൽ അവർക്കൊരു 3500 അല്ലെങ്കിൽ 4000 മുതൽ 5000 വരെയുള്ള ശമ്പളമാണ്. കാരണം മദ്രസ ആകെ വർക്ക് ചെയ്യുന്നത് രാവിലെ 6:45 മുതൽ 8:15 വരെയാണ് ഒരു മദ്രസയുടെ പ്രവൃത്തി സമയം. ഈ പ്രവൃത്തി സമയമുള്ള പല സ്ഥലങ്ങളിലും ഈ മദ്രസ അധ്യാപകർ മദ്രസ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റു ജോലിക്ക് പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്. വളരെ കുറഞ്ഞ വേതനം മാത്രമുള്ള വളരെ സാധാരണക്കാരായ ആളുകളാണ് ആരും മദ്രസ അധ്യാപകർ. അപ്പോൾ ആ മദ്രസ അധ്യാപകർക്ക് ഇങ്ങനെ മദ്രസ ക്ഷേമനിധിയിൽ നിന്ന് പലിശയില്ലാതെ, കാരണം പലിശ ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമൂഹം. പ്രത്യേകിച്ച് മദ്രസ അധ്യാപകർ പലിശയുമായി ബന്ധപ്പെട്ടതൊന്നും അവർ സ്വീകരിക്കുകയുമില്ല. അപ്പോൾ അവർക്ക് ക്ഷേമനിധിയിൽ നിന്ന് പലിശയില്ലാതെ 5 ലക്ഷം രൂപ വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരു വായ്പ കിട്ടുന്ന ഒരു പദ്ധതി പല മദ്രസ അധ്യാപകരും അറിയുന്നില്ല. ഈ ഫെബ്രുവരി 28-നകം അതിൻ്റെ അപേക്ഷ അയച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന മദ്രസ അധ്യാപകർ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ 5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ധനസഹായമായിട്ട് കിട്ടുക. നിങ്ങൾ ഒരിക്കൽ പോലും ഒരു മഹല്ലിൽ ചെന്നിട്ട് കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഞാനൊരു ഉസ്താദാണ് അല്ലെങ്കിൽ ഒരു മദ്രസാധ്യാപകനാണ്, വീട് നിർമ്മിക്കാൻ വേണ്ടി ഏതെങ്കിലും പണക്കാരൻ്റെ മുൻപിൽ നമുക്ക് കിട്ടുന്ന സർക്കാർ തരുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ എന്തിനാണ് വേണ്ട നിൽക്കുന്നത്. നിർഭാഗ്യവശാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പല മദ്രസ അധ്യാപകർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതൊരിക്കലും പലിശയല്ല, പലിശയുമായി ബന്ധപ്പെടുന്നതൊന്നും ഇതിലില്ല. അപ്പോൾ ഈ ഒരു അവസരങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി വിനിയോഗിക്കുക. ക്ഷേമനിധിയിൽ അംഗത്വം എടുത്ത് ചുരുങ്ങിയത് 2 വർഷമെങ്കിലും പൂർത്തിയാക്കിയവർക്കും അംശാദയം കുടിശ്ശികയില്ലാതെ കൃത്യമായിട്ട് അടക്കുന്നവർക്കുമാണ് ഇതിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. 25 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മദ്രസാധ്യാപകർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അപേക്ഷയോടൊപ്പം അംഗത്വ തിരിച്ചൽ കാർഡിന്റെ പകർപ്പും അംശാദയം അടച്ച രേഖകളും ഉള്ളടക്കം ചെയ്യേണ്ടതുണ്ട്. വായ്പയുമായി ബന്ധപ്പെട്ട അപേക്ഷാ ഫോമുകൾ ക്ഷേമനിധി ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്.